ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്ന നല്ല തമ്പുരാനെ, ഞങ്ങളുടെ ഹൃദയത്തിൽ ക്ഷമിക്കാനാവാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അങ്ങേ തിരുവചന ധ്യാനത്തിലൂടെ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് അത്തരം മേഖലകൾ എടുത്തു മാറ്റി ക്ഷമയുടെ ആത്മാവിനെ അങ്ങ് പ്രദാനം ചെയ്യണമേ. ഈ സുവിശേഷ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ, നീ എല്ലാത്തിനെയും ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ, ആദരവോടെ ജീവിക്കാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധ മറിയമേ, നല്ല മാതാവേ, ക്ഷമയുടെ നിറകുടമായവളെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 8, 1 മുതലുള്ള തിരുവചനങ്ങൾ. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? ഇത് അവനിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. അറിയപ്പെടുന്ന ഒരു നല്ല ആശ്രമമാണ് സ്നേഹാശ്രമം എന്ന് പറയുന്നത്, വിട്ടുകാട് ഭാഗത്തുള്ളത്. അവിടെ ചെയ്യുന്ന ശുശ്രൂഷ ഇപ്രകാരമാണ്. തടവറയിൽ പെട്ട് ജീവിതം തകർന്നു പോയവര് അവസാനം തടവറയിൽ നിന്ന് അവരുടെ ജയിൽ ശിക്ഷ തീരുമ്പോൾ അവർ പുനരധിവസിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. അവിടെ ഒത്തിരി മക്കള് ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഈ പാപത്തിൻ്റെ വഴികളിൽ നിന്ന് ഈ ഒരു സ്ഥലത്ത് വന്ന് വിശുദ്ധീകരിക്കപ്പെടുന്നതായിട്ട് കാണാം. കുറച്ച് നാൾ മുമ്പ് ഞാൻ ആ സ്ഥലത്തേക്ക് ചെന്ന് അവിടെ പരിചയമുള്ള വൈദികനോട് ചോദിച്ചു, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരിൽ എന്താ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാ, നമ്മളല്ലേ ഇവരോട് മാപ്പ് കൊടുക്കണ്ടേ, നമ്മളല്ലേ ഇവർക്ക് മാപ്പ് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ ഈ പറയുന്ന കൊലപാതകം ചെയ്തവർ അല്ലെങ്കിൽ മോശപ്പെട്ട വഴിയിലൂടെ നടന്നു പോയവർ ഒക്കെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ അച്ഛൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കുക. എനിക്ക് തോന്നുന്നത് സഭ ഇന്ന് ചെയ്യേണ്ട ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഇങ്ങനെ വീണു പോയവരെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തണം എന്നുള്ളതാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും ഒക്കെ ഒരു ചൈതന്യം എന്ന് പറയുന്നത് അവരിങ്ങനെ ഈ വീണു പോയവരെ അവരോട് മാപ്പ് കൊടുത്തു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവചരിത്രത്തിലൊക്കെയുള്ളൊരു നല്ല കാര്യം ഇങ്ങനെയല്ലേ. ഒരു ദിവസം ഇങ്ങനെ മാർപ്പാപ്പ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളിങ്ങനെ ഭിക്ഷാടനത്തിന് ഇരിക്കുന്നതായിട്ട് കാണുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പയ്ക്ക് മനസ്സിലായി ഇദ്ദേഹം മുൻപ് പുരോഹിതനായിരുന്നു. പൗരോഹിത്യ ജീവിതം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ പല കാര്യങ്ങളുടെ പേരിൽ ഈ ഒരു മേഖലയിൽ നിന്ന് മാറിപ്പോയ മനുഷ്യനാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് മാർപ്പാപ്പ കുമ്പസാരിച്ചു എന്ന് പറയാം. ഈ മാർപ്പാപ്പ കുമ്പസാരിക്കുമ്പോൾ അദ്ദേഹം നിന്നിങ്ങനെ കരയുന്നുണ്ട്. അതിങ്ങനെ കരഞ്ഞ് നിൽക്കുമ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, ക്ഷമിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന സഭയാണ് ക്രൈസ്തവ സഭ. അതുകൊണ്ട് നീ വാ, നിന്നെ പൗരോഹിത്യത്തിലേക്ക് ഞങ്ങൾ വീണ്ടും ചേർക്കാമെന്ന് പറയുന്ന രീതിയിൽ അത്രയും സ്നേഹത്തോടുകൂടെ മാർപ്പാപ്പ ഇങ്ങനെ ആ വഴിതെറ്റിയ മനുഷ്യനെ ഇങ്ങനെ എടുത്തുകൊണ്ടുവന്നത് ഓർക്കുക. അതിൻ്റെ അതേ പാരമ്പര്യങ്ങളിൽ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രീതികൾ കണ്ടാൽ അറിയാം. എത്ര പാപത്തിൽ വീണുപോയവരെയും മാർപ്പാപ്പ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഉയർത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ക്ഷമിക്കാനായിട്ട് മാർപ്പാപ്പ ഇങ്ങനെ ജനഹൃദയങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ
മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ മാറ്റി നിർത്തുന്ന ചില രാജ്യങ്ങൾ പോലും ഇപ്പോൾ പതുക്കെ മാർപ്പാപ്പയുടെ പ്രസംഗം കേട്ടിട്ട് പറയാം, ഇനി മാർപ്പാപ്പ ഒരു പ്രസംഗം പറഞ്ഞാൽ വി വിൽ ബിക്കം ക്രിസ്ത്യൻസ്, ഞങ്ങൾ ഇനി ഒരുപക്ഷെ ക്രിസ്ത്യാനികളാവും എന്ന് അവരുടെ ഉള്ളിൽ നിന്ന് പറയാനുള്ള കാരണം എന്നുള്ളത് ഈ മാർപ്പാപ്പ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ഷമയുടെ പാഠങ്ങളാണ് എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ഈ ഒരു സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ചൈതന്യമായിട്ട് കാണുന്നത് എല്ലാവരോടും ക്ഷമിക്കാനുള്ള, എല്ലാവരോടും പൊറുക്കാനുള്ള മനസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈശോയ്ക്ക് വേണമെങ്കിൽ പറയായിരുന്നു, ആ കല്ലെറിയെ മോശയുടെ നിയമം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോ എന്ന് പറയാനുള്ള മുഴുവൻ ന്യായവും ക്രിസ്തുവിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. വേണമെങ്കിൽ ഈശോയ്ക്ക് ആദ്യത്തെ കല്ലെറിയായിരുന്നു. കാരണം പാപം ചെയ്യാത്തവര് കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ കരിനിഴൽ വീഴാത്ത ഈശോയ്ക്ക് കല്ലെടുത്തിട്ട് എറിഞ്ഞിട്ട് പറയാം, ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഈശോയ്ക്ക് കല്ലെറിയായിരുന്നു. പക്ഷെ തിരുവചനം പറയണത് ഇങ്ങനെയാണ്, അവൻ ആ കല്ലെടുത്തില്ല എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന അവർ പിടിച്ചിരുന്ന കല്ലുകൾ പോലും താഴത്തിടാനുള്ള സൂത്രവാക്യം അവനിങ്ങനെ ക്ഷമ കൊണ്ട് അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അവൻ്റെ അടുത്ത് വന്നവർ ഈ പറയുന്ന കാര്യം പറയണത് ഇങ്ങനെയാണ്, ഇവള് പാപം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവനെ ക്രിസ്തുവിനെതിരായിട്ടാണ് അവരിങ്ങനെ അബോധശരങ്ങൾ കൊണ്ടുവരുന്നത്. അവരോട് വേണമെങ്കിൽ ഈശോയ്ക്ക് ക്ഷമിക്കാതെ നിൽക്കായിരുന്നു, പക്ഷെ അവരോടും ഈശോ ക്ഷമിച്ചു എന്നുള്ളതാണ് ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ സംഭവം വെച്ച് യോഹന്നാൻ ശ്ലീഹ വ്യാഖ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്നേഹമുള്ളവർ, നമ്മൾ ഈ സുവിശേഷം അല്ലെങ്കിൽ ഈ ഒരു ധ്യാനം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യം എങ്ങനെയാണ്, ഈ പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ വന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്നൊന്ന് ചോദിച്ചു. പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ വന്നവരുടെ കൂട്ടത്തിൽ ലോങ് ലിസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവൾ തെറ്റ് ചെയ്തവളാ, ഇവളിങ്ങനെ ചെയ്തതാ, ഇങ്ങനെ ചെയ്തതാ, ഇവളെ വിധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പം ഇതേ സംഭവം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുകയാണെങ്കിൽ നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയധികം പേരെങ്കിലും നിശ്ചയമായിട്ടും അതിൽ ഞാനുണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. മറ്റുള്ളവരെ കല്ലെറിയാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിമർശിക്കാനൊക്കെയുള്ള ഒരു ഏതൊക്കെയോ രീതിയിലൊക്കെയുള്ള ഒരു കല്ലും പിടിച്ച് യാത്ര ചെയ്യുന്നവരായിട്ട് നമ്മൾ എങ്ങനെയൊക്കെയോ മാറിപ്പോയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സാവാം ഒരു പക്ഷേ ഏറ്റവും നാരകീയമായ മനസ്സ്. ഒരാളുടെ ഉള്ളിൽ നാശം കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്നെ മനുഷ്യ എന്നല്ല മൃഗമെന്ന് പോലും വിളിക്കാനുള്ള അവസ്ഥയില്ല. ഹൈന്ദവ പാരമ്പര്യങ്ങളൊക്കെ പറയുന്ന പോലെ ദേവഗണത്തിൽ പെടാത്ത മനുഷ്യനായിട്ട് നീ അധപതിക്കുക, നീ അസുരഗണമായിട്ട് തീരുന്ന രീതിയിലേക്ക് നീ മാറുന്നത് നീ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ്. മറ്റുള്ളവരുടെ നാശത്തെ ആഗ്രഹിക്കുന്നവർ. ഈ ഒരു സുവിശേഷത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഒന്ന് ഓർക്കാനുള്ളത്, മറ്റുള്ളവരെ ക്ഷമിക്കുന്ന വ്യക്തിയാണോ അതോ മറ്റുള്ളവരുടെ നാശം കാണുന്ന ആളാണോ നീ എന്ന് ഒന്ന് ആദ്യം ചോദിക്കുക. നിന്നെ വേദനിപ്പിച്ചവരോട്, നിന്നെ മുറിപ്പെടുത്തിയവർ അല്ലെങ്കിൽ നീയുമായിട്ടുള്ളവരുടെ അവരെ ഒന്ന് ക്ഷമിച്ച് അവരെ ചേർത്ത് പിടിക്കുന്ന വ്യക്തിയാണോ അതോ അവന് എന്തെങ്കിലും ഒരു നാശം വരണമെന്ന് നീ ആഗ്രഹിക്കുന്നവനാണോ എന്ന് ചിന്തിക്കുക. അവനെ ചേർത്ത് പിടിക്കുന്നവനാണെങ്കിൽ നീ ക്രിസ്തുപക്ഷത്താണ്, നീ അവനെ മാറ്റി നിർത്തുന്നവനാണെങ്കിൽ നീ പിശാചിൻ്റെ പക്ഷത്താണെന്ന് തിരിച്ചറിയും. വെറുതെ ഒന്ന് എടുത്തോ, രണ്ട് കയ്യിൽ വെച്ച് നോക്കിക്കോ. അവനെ ചേർത്ത് പിടിക്കുന്നവനാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വന്തം, പിശാചിൻ്റെ സ്വന്തമായിട്ട് തീരുന്ന രീതിയിൽ അവനിങ്ങനെ മാറ്റി നിർത്തുന്നവനാണ്. അപ്പം നമുക്കൊന്ന് ധ്യാനിച്ചെടുക്കാനുള്ളത് ഇങ്ങനെ ഈ മറ്റുള്ളവരുടെ നാശത്തെ കാണാതെ മറ്റുള്ളവരുടെ നന്മയെ കാണുന്ന ഒരു വ്യക്തിയായിട്ട് തീരുക എന്നുള്ളതാണ്. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് പെട്ടെന്ന് ഓർക്കേണ്ടത് ഇങ്ങനെയാണ്. തെറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട് എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം ഇങ്ങനെയാണ്, കൈപ്പിഴ പറ്റിയവനോട് പൊറുക്കാത്തവൻ്റെ ജീവിതത്തിൽ എപ്പോഴും അസ്വസ്ഥതയായിരിക്കും എന്നുള്ളതാണ്. നീ ഇപ്പോൾ തെറ്റ് ചെയ്യുന്നവൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ കൂടെ നിന്ന് അല്ലെങ്കിൽ അവനെ വേദനിപ്പിക്കുന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ സ്നേഹമുള്ളവരെ സത്യമായിട്ട് നിനക്ക് സ്വസ്ഥത എന്താണെന്നുള്ളത് നിനക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിൻ്റെ ഉള്ളിലൊരു അസ്വസ്ഥതയുണ്ടെങ്കിൽ, സ്വസ്ഥമല്ലാത്ത മനസ്സുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, ക്ഷമിക്കാനായിട്ട് നിനക്ക് പറ്റാത്തത് കൊണ്ടാണ് നിൻ്റെ ഉള്ളിൽ ഇത്രയും അസ്വസ്ഥത രൂപപ്പെട്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു കാര്യം. ക്രിസ്തു സ്വസ്ഥനായിരുന്നു. വൈ? ഓൺലി ബിക്കോസ് ഒരൊറ്റ കാരണമുള്ളൂ, അവനിങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ ക്ഷമിക്കാനായിട്ട് പൊറുക്കാനായിട്ട് ക്രിസ്തു തയ്യാറായിരുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരോട് കൈപ്പിഴ പറ്റിയവനോട് പൊറുക്കുന്നില്ലെങ്കിലോ മാപ്പ് കൊടുക്കുന്നില്ലെങ്കിലോ നിനക്ക് സ്വസ്ഥതയുണ്ടാവില്ല എന്ന് തിരുവചനം. അത് ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ നല്ലത്. അത് ഹിറ്റ്ലറിൻ്റെ ജീവിതം ഒന്ന് എടുത്തി. മെയിൻ കാഫ് എന്ന് പറയണ ഏറ്റവും വലിയൊരു ആത്മകഥയൊക്കെ എഴുതിയിട്ടുള്ള ഹിറ്റ്ലർ
ജനലക്ഷങ്ങളെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്. എത്ര പേരെ കൊന്നു എന്നുള്ളത് എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യനെ കൊന്ന വ്യക്തി എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഇത്രയും വലിയ സ്വേച്ഛാധിപതിയായിട്ട് ജർമ്മനിയുടെ വലിയ നേതാവൊക്കെ ആയിട്ട് നിന്ന ഈ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇദ്ദേഹം തന്നെ എഴുതി വെക്കുന്നത്, എൻ്റെ ലൈഫിൻ്റെ ആദ്യത്തെ സമയം തൊട്ട് സൂയിസൈഡ് ആത്മഹത്യ ചെയ്യണ സമയം വരെ ഞാൻ അസ്വസ്ഥനായിരുന്നു എന്നാണ് പറയുന്നത്. ഈ അസ്വസ്ഥത കൊണ്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യണത്, സ്വന്തം ജീവിതം നശിപ്പിച്ച് കളയണത്. ഹിറ്റ്ലറിൻ്റെ ലൈഫ് അങ്ങനെയാണ്. ഹിറ്റ്ലറിൻ്റെ ലൈഫ് ഇങ്ങനെ ഇത്രയും കാര്യങ്ങളും ഇത്രയും അംഗബലവും ഇത്രയും വലിയ സജ്ജീകരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഒരിടത്തും എത്താതെ പുള്ളിക്കാരൻ്റെ ജീവിതം തീർന്നുപോയി. അതെന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് ബാല്യം തൊട്ടിലാണെന്ന് പറയുന്നത്. ബാല്യം തൊട്ട് ഇദ്ദേഹം ചെയ്യണ ആദ്യത്തെ കാര്യം അവിടെയുള്ള ക്രിപ്പിൾഡായ മുഴുവൻ മനുഷ്യരെയും കൊന്നുകളയുക എന്നുള്ളതാണ്. ഇദ്ദേഹം അവിടുത്തെ സ്വേച്ഛാധിപതിയായി ഇപ്പോൾ ജർമ്മനിയുടെ പ്രധാനപ്പെട്ട ആളായി കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്യണം. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, എന്നെ മുറിപ്പെടുത്തിയവർ കുറേ പേരുണ്ട്, അത് പ്രത്യേകിച്ച് അംഗവൈകല്യമുള്ളവരാണ്. എൻ്റെ ഒരു ആൻറ്റി ക്രിപ്പിൾഡ് ആയിരുന്നു, കാലിന് സ്വാധീനമില്ലാത്ത ആൻറ്റി എന്നെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ബാല്യത്തിൽ. ഇവളോടുള്ള ദേഷ്യം, പക എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആരെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ തകർത്ത് കളയാന്നുള്ള ഒരു തീരുമാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ചെയ്യുന്നത് അവരെയുള്ള സാധാരണ കൈകാലുകളില്ലാത്ത അല്ലെങ്കിൽ നടക്കാൻ അംഗവൈകല്യമുള്ളവരെ മുഴുവൻ ഗ്യാസ് ചേംബറിൽ കൊണ്ടുപോയിട്ടിട്ട് തകർത്ത് കളയും മനുഷ്യൻ ചെയ്യുന്നത്. എന്നിട്ട് സ്വസ്ഥതയ്ക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇദ്ദേഹം ചെയ്യാം അടുത്തുള്ള രാജ്യങ്ങളോടായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് തീരുമാനമെടുക്കണു. സഖ്യകക്ഷികൾ വന്നിട്ട് കാര്യങ്ങൾ പറയണു, നമുക്കിതൊരു അലയൻസിലേക്ക് വരാം, ഇങ്ങനൊരു കാര്യം വേണ്ട എന്നൊക്കെ പറയുമ്പോഴും ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പൊടി പോലും ക്ഷമിച്ചില്ല എന്ന് പറയണം. ഒരു ചെറിയ കാര്യം പോലും ഇദ്ദേഹം ക്ഷമിക്കാതെ ജീവിച്ചതിൻ്റെ പേരിൽ ഇവന് അസ്വസ്ഥത മാത്രമാണ്. ഉറങ്ങാനായിട്ട് ഇവന് പറ്റാറില്ല എന്ന് പറയണം. എനിക്ക് ഈ ദിവസങ്ങളൊക്കെ കൗൺസിലിങ്ങിനൊക്കെ വന്നിട്ട് ചില മക്കൾ ഇരുന്നിട്ട് പറയാച്ചാൽ ഞങ്ങൾ ഉറക്കഗുളിക കഴിച്ചിട്ടാണ് കിടന്നുറങ്ങണേ, രാത്രിയൊക്കെ ഉറങ്ങിയിട്ട് മാസങ്ങളായി വർഷങ്ങളായി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മക്കളൊന്ന് ഉറങ്ങാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് കൗൺസിലിങ്ങിന് വന്നിരുന്ന് ബൈബിൾ തുറന്നു വെച്ച് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന കാര്യം എന്താണെന്നറിയോ? ഒരൊറ്റ കാര്യം കാണുന്നുള്ളൂ, ഇവർ ക്ഷമിക്കാത്തതിൻ്റെ പേരിൽ ദൈവം ഇവരുടെ ഉറക്കം ഇങ്ങനെ മാറ്റിക്കളഞ്ഞു എന്ന് പറയുന്നത്. ചില വ്യക്തികളുടെ അടുത്ത് ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ വേദന ഇവരുടെ ഉള്ളിൽ കിടന്ന് ഇവരുടെ തലച്ചോറിൽ ഇങ്ങനെ കിടന്ന് ലിംബസിൽ കിടന്ന് സ്വപ്നങ്ങളായിട്ട് ഇവരെ വന്നിങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. രാത്രി ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെടുക. അത് കഴിഞ്ഞിട്ട് ഈ ഉറക്കം നഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം പാവപ്പെട്ട ഈ മക്കൾക്ക് അറിയുന്നില്ല. അവസാനം കർത്താവിൻ്റെ തിരുവചനം എടുത്തിട്ട് വ്യാഖ്യാനിച്ചിട്ട് ആരോടെങ്കിലുമൊക്കെ ഇത്രയും ദേഷ്യം ഉണ്ടായിട്ടാ, ആരോടെങ്കിലും ഇത്രയൊക്കെ വിരോധം ഉണ്ടായിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവസാനം അവർ പറയേണ്ട, അച്ഛാ എന്നെ വേദനിപ്പിച്ച് ഇങ്ങനെ ആൾക്കാരുണ്ട്, ഇവരോടൊന്നും ക്ഷമിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക. ഇനി അവരോട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ക്ഷമിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മാസങ്ങൾ കഴിയുമ്പോൾ ഇവർ വന്നിട്ട് വലിയ സന്തോഷത്തോടെ വന്നിട്ട് പറയുന്ന കാര്യം ഇങ്ങനെ, അച്ഛാ ഇപ്പം ഞങ്ങൾ എന്താ ഉറക്കം എന്നുള്ളത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, എന്താ സന്തോഷം എന്നുള്ളത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇവരുടെ ആത്മാവിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കൊരു മകളെ പരിചയമുണ്ട്. അവള് 22 വയസ്സിന് താഴെയുള്ള മോളാണ്. ഇവള് നല്ല ഒരു പ്രൊഫഷണൽ മേഖലയിൽ നിന്നുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. പക്ഷെ ഇവൾക്ക് ഇങ്ങനെ ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഫ്രസ്ട്രേഷനായിട്ട് പുസ്തകം അടുത്തിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലവേദന എടുത്ത് ഒമറ്റ് ചെയ്യുള്ളൂ. ഒരു അക്ഷരം പഠിക്കാൻ പറ്റുന്നില്ല, എക്സാമൊക്കെ നിയർ ആയിക്കൊണ്ടിരിക്കുക, അടുത്ത് വന്നുകൊണ്ടിരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് കുറേ നേരം ഇങ്ങനെ കൗൺസിലിങ്ങിന് ഇരിക്കുക. കൗൺസിലിങ്ങിന് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈശോ ഇങ്ങനെ മെസ്സേജ് എടുത്ത് കഴിഞ്ഞ് ഈ മോൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് എടുത്ത് കഴിയുമ്പോൾ ഒരു കത്തി ഇങ്ങനെ കാണിക്കുക. ഇങ്ങനെ കത്തി കാണിച്ചിട്ട് ഇങ്ങനെ കുറേ നേരത്തെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മോളുടെ പേര് വിളിച്ച് ചോദിച്ചു, മോളെ ഈശോ ഇങ്ങനെ ഒരു കത്തി കാണിക്കുന്നുണ്ട് എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. അതെന്താ അങ്ങനെ? അച്ഛനെ അറിയുന്നില്ല. അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ബൈബിൾ തുറക്കുമ്പോൾ ഇങ്ങനെ ക്ഷമിക്കാതെ നിൽക്കണം നിന്റെ മുഖവും കാണിക്കുന്നുണ്ട്. അതിൻ്റെ വചനമാണ് തിരുവചനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണേ. സഹോദരൻ്റെ കാവൽക്കാരനാണോ നീ എന്ന് ചോദിക്കണ പോലെയുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മോളെ ഇങ്ങനെ ഈശോയുടെ സ്നേഹം കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് കഴിയുമ്പോൾ സ്നേഹമുള്ളവരെ ഇവളുടെ പോക്കറ്റിൽ നിന്ന് ഒരു പേനക്കത്തി എൻ്റെ കയ്യിലെടുത്ത് തരിക. എൻ്റെ കയ്യിലൊരു കത്തി എടുത്ത് തന്നിട്ട് വേറെ ഇതുപോലത്തെ ഒരു സംഭവം സെയിം സിറ്റുവേഷൻ എൻ്റെ ലൈഫിലുണ്ടായിരുന്നതാണ്. ഇത് കാണുന്ന ഞാൻ രണ്ടാമത്തെ കാര്യമാണ്. ഈ മോളിങ്ങനെ ഒരു പേനക്കത്തി എൻ്റെ കയ്യിലെടുത്ത് തന്നിട്ട് പറയാ, അച്ഛാ ഈ കത്തിയാണോ അച്ഛൻ കണ്ടത്? ഈ കത്തിയാണോ അച്ഛൻ കണ്ടത്? അപ്പം ഞാനിങ്ങനെ കരഞ്ഞിട്ട് എൻ്റെ ദൈവത്തെ ഇങ്ങനെ മുഖത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മോളെൻ്റെ അടുത്ത് പറയാ, അച്ഛാ ചെറുപ്പത്തിൽ എന്നെ മിസ്യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു അങ്കിളുണ്ട്. അങ്കിൾ ഒരു പക്ഷെ അതൊക്കെ മറന്നു കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എനിക്ക് അങ്കിളിനോടുള്ള ക്ഷമ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ശരീരത്തെ കളങ്കപ്പെടുത്തിയ, എൻ്റെ ഈ ഒരു ബാല്യത്തെ നശിപ്പിച്ച, അല്ലെങ്കിൽ എനിക്കിനി ഒരു കുടുംബജീവിതം പോലും എനിക്ക് നടത്താൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ വല്ലാത്ത അപകർഷബോധത്തിലൊക്കെ എന്നെ ആക്കിയിട്ടുള്ള ആ മനുഷ്യൻ്റെ അടുത്ത് ഉള്ളിലിങ്ങനെ ഒരു വേദനയുണ്ട് അച്ഛാ.
ഒറ്റയ്ക്ക് ഞാൻ ഈ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഈ കത്തി കൊണ്ട് കൊല്ലൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഈ കത്തി പിടിച്ചിരിക്കുക. ഈ കത്തി എന്നിട്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പറഞ്ഞു, മോളെ ഇതിങ്ങനെ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് കഴുകിക്കളഞ്ഞേ. ആ മനുഷ്യനിങ്ങനെ കഴുകിക്കളയും. നിന്റെ ശരീരത്തിൽ എവിടെയൊക്കെയാണോ ആൾ മുറിപ്പെടുത്തി ആ മേഖലകളൊക്കെ ഒന്ന് കഴുകി ഈശോയുടെ തിരുക്കുരിശിലേക്ക് ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് ഈ മോളിങ്ങനെ എത്തുമ്പോൾ മണിക്കൂറുകൾ ഇവളിരുന്ന് കരയുക. ഈശോയുടെ അടുത്തേക്ക് ചേർത്ത് നിർത്താൻ പറ്റാണ്ട്, ഈ പറയണ ക്ഷമിക്കാൻ ഈ മനുഷ്യൻ്റെ അടുത്ത് പറ്റാതെ ഇവളിങ്ങനെ കിടന്ന് വിതുമ്പുക. അച്ഛൻ ഞാൻ വേറെ എന്ത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഇതെനിക്ക് പറ്റണമെങ്കിൽ ഇത്രയും നാളായിട്ടുള്ള 8 വയസ്സുള്ളപ്പോഴോ 10 വയസ്സ് ഉള്ളപ്പോഴോ ചെയ്ത ഈ മുറിവിൻ്റെ വേദന ഈ മോളെ 18-20 വർഷമായിട്ട് ഇങ്ങനെ വേട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഈ മോളിങ്ങനെ അതേ അനുഭവത്തിൻ്റെ ആ അവസ്ഥയിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ട് പറയാം, അച്ഛൻ എനിക്ക് പറ്റുന്നില്ല. അതിന് കർത്താവിൻ്റെ തിരുവചനം കൊടുത്ത് ഇങ്ങനെ ക്ഷമയുടെ സുവിശേഷ ഭാഗങ്ങൾ മോളുടെ അടുത്ത് വായിക്കാൻ പറഞ്ഞു. മണിക്കൂറുകൾ മാസങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് ഈ മോള് വന്ന് പറയുക, അച്ഛൻ ഞാനിപ്പോൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് എൻ്റെ അങ്കിളെ കഴുകുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് ഈ മോളിങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തി ഈശോയുടെ അടുത്തേക്ക് പിടിച്ചിട്ട് പറയും, എൻ്റെ ആ അങ്കിളിനെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. ഈശോയുടെ കുരിശിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്താൽ എൻ്റെ അങ്കിളെ കഴുകി വിശുദ്ധീകരിക്കുക. എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറാൻ തോന്നിയ ആ ദുരാത്മാവിൻ്റെ എൻ്റെ അങ്കിളുടെ ഉള്ളിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞിട്ട് ഈ മോള് കഴുകി ക്ഷമിച്ച് അത്രയും പ്രാർത്ഥിക്കുക. ഇങ്ങനെ ക്ഷമിച്ചു കഴിഞ്ഞ് ഇവള് മാസങ്ങൾ കഴിഞ്ഞ് എന്നെ കാണാൻ വരുമ്പോൾ ഇവളുടെ മുഖത്തുണ്ടായിരുന്ന പ്രസന്നത എന്ന് പറയുന്നത് ലോകത്തിലുള്ള ഒരു ശക്തിക്കും കാണിച്ചു തരാൻ പറ്റില്ല. അത്രയും സുന്ദരിയായിട്ട് ഇവൾ വന്നിരിക്കുക. അവളിങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ അത്രയും ഒരു ദൈവികതയുടെ പരിശുദ്ധ മറിയം ചിരിക്കണ പോലെ ഈ മോള് ചിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ ഇവളെൻ്റെ അടുത്ത് പറഞ്ഞു, എങ്ങനെ അച്ഛാ ഞാനിങ്ങനെ ഈ വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെ ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ എന്താ സ്വസ്ഥത എന്നുള്ളത് ഞാൻ അനുഭവിച്ചു എന്ന് പറയാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല ശുശ്രൂഷകരുടെ അടുത്ത് കുറച്ചൊരു ആത്മീയതയുള്ളവർ മാത്രമാണ് ശാലോം TV ഒക്കെ കാണുകയുള്ളൂ. അവരുടെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ, ഇങ്ങനെ മുറിപ്പെടുത്തിയവരോട് നീ ഇപ്പോഴും കല്ലെടുത്ത് പിടിച്ച് അവനെ കല്ലെറിയാനും കത്തിയെടുത്ത് പിടിച്ച് കുത്താനും നിൽക്കണ അവസ്ഥയുണ്ടോ എന്നുള്ളത്. ചങ്കുപൊട്ടുന്ന വേദനയുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. ഈശോ പഠിപ്പിച്ചിട്ടുള്ള ആദ്യത്തെയും അവസാനത്തെയും കൽപ്പന എന്നുള്ളത് നിന്റെ സഹോദരനെ സ്നേഹിക്കുക, നിന്റെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ, അത് നമ്മുടെ അയൽവക്കങ്ങളിൽ പോലും അത് പ്രാവർത്തികമാക്കാൻ പറ്റണില്ല എന്നുള്ള സങ്കടമുണ്ട് എൻ്റെയൊക്കെ ജീവിതത്തിൽ. ഇടവകകളിലൊക്കെയുള്ള ചില അതിർത്തി തർക്കങ്ങളുടെയൊക്കെ പേരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ തീരുന്നില്ല. കോടതി കയറ്റുക. കഴിഞ്ഞ ദിവസം ഒരു പോലീസ് കേസിന് 65-70 വയസ്സായിട്ടുള്ള അമ്മച്ചീനെ കോടതിയിൽ കയറ്റുന്ന രീതിയിൽ അമ്മച്ചിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അതിനേക്കാൾ പ്രശ്നമുള്ള രീതിയിൽ സ്വന്തം ചേട്ടനരിയന്മാരുടെ മക്കൾ ഇങ്ങനെ പരസ്പരം പോലീസ് കേസായിട്ട് മാസങ്ങൾ വർഷങ്ങളായിട്ട് ഒരു പാത്രം വെള്ളം എടുക്കണതിനെ ചൊല്ലി ഒരു മോട്ടർ വെക്കണതിനെ ചൊല്ലിയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന നാടായിട്ട് വീഴുക. എൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് അച്ഛാ മുരിങ്ങയുടെ ഇല വീഴുന്നുണ്ട്, അത് അടിച്ചു വാരി എൻ്റെ തണ്ടൽ വേനെടുക്കണു. ഞാൻ അവളോടത് മുറിക്കാൻ പറഞ്ഞത് അവളത് മുറിച്ചിട്ടില്ല ഇത്ര നാളായിട്ട്, അതുകൊണ്ട് എനിക്ക് അവളോട് മിണ്ടാൻ പറ്റില്ല, പൊറുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. വീഴുന്നത് എൻ്റെ അതിർത്തിയിൽ വീഴുന്ന ഒരു ചെറിയ സാധാരണ ഇല വീഴുന്നതിന് പരാതി പറഞ്ഞിട്ട് പരിഭവം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ. ഈ ഒരു തിരുവചനത്തിലൂടെ കടന്നു പോകുന്നവരെന്ന് ഓർത്തേൻ, ശരിക്കും സ്വസ്ഥത നീ അനുഭവിച്ചിട്ടില്ലെങ്കിൽ അതിന് ഒരേ ഒരു കാരണമുള്ളൂ. അത് നീ പ്രാർത്ഥിക്കണില്ല എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമല്ല, നീ ആരോടൊക്കെ ഇനിയും ക്ഷമിക്കാനുണ്ട് എന്നുള്ളതാണ്. നീ ക്ഷമിക്ക്. ഇന്ന് ഈ രാത്രി നീ ക്ഷമിച്ച് മിഴിപൂട്ടി ഉറങ്ങും. നാളെ പ്രഭാതം നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്നത് അല്ലെങ്കിൽ നീ ഉണരണത്, നീ അനുഭവിക്കാൻ പോണത് ഒരു ലോകം എന്ന് പറയണത് അതൊരു സ്വസ്ഥതയുടെ ലോകമായിരിക്കും. രണ്ടാമത്തേതിൻ്റെ ഒരു കാര്യം ഇങ്ങനെയാണ്, ഒരാൾക്ക് സ്വർഗം കിട്ടാനായിട്ട് അവൻ ക്ഷമിച്ചേ പറ്റൂ എന്നുള്ളതാണ്. സ്വർഗത്തിലേക്ക് പോകാൻ നീ ആഗ്രഹമില്ലെങ്കിൽ നീ ക്ഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. നീ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി. ആരുടെ അടുത്ത് ക്ഷമ ചോദിക്കാതെയും ആരുടെ അടുത്ത് ഇങ്ങനെ വഴക്കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ പരാതി പറഞ്ഞും പരിഭവം പറഞ്ഞും പോലീസ് കേസ് ആക്കിയിട്ടൊക്കെ നീ നടന്നു. പക്ഷെ നിനക്ക് സ്വർഗീയമായ ഒരു ആനന്ദം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ സ്വർഗ സീഹോനിലേക്ക് നിനക്ക് പ്രവേശിക്കണമെങ്കിൽ വി ഹാവ് നോ അനദർ ഓപ്ഷൻ. വി വാണ്ട് ടു ഫോർഗിവ് എവരിബഡി. എല്ലാവരോടും ക്ഷമിക്കണം എന്നുള്ളതാണ്. ബൈബിളിലേക്ക് വാ, ആ സ്തെഫാനോസിനെ എടുക്ക്. സ്തെഫാനോസിനെ കല്ലെറിയല്ലേ? കല്ലെറിയുന്ന സമയത്ത് പിന്നെ ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുക, എനിക്ക് ഇവരോട് ദേഷ്യമില്ല, എനിക്ക് ഇവരോട് പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഉയർത്തി സ്തെഫാനോസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവനിങ്ങനെ ഈ കല്ലേറ് കിട്ടുന്ന സമയത്ത്, സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് അവനിങ്ങനെ സ്വർഗ ദർശനം സ്തെഫാനോസ് കാണുക. തിരഞ്ഞെടുക്കപ്പെട്ട മകനായിട്ട് സ്തെഫാനോസ് ഇങ്ങനെ ചേർത്ത് പിടിക്കണ സുവിശേഷമായിട്ട് തീരുക.
സ്നേഹമുള്ളവർ, സ്വർഗം കിട്ടാനായിട്ട് ഈ ഒരു ജീവിതത്തിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെ പതുക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ എവിടെ പോകേണ്ടതെന്ന് നമുക്കറിയില്ലല്ലോ. ഷാജിച്ചനൊക്കെ പാടുന്ന പോലെ, കർത്താവ് ദാനമായി തന്ന ജീവിതം തിരികെ ചോദിച്ചാൽ കൊടുക്കേണ്ടതല്ലയോ. കർത്താവ് ദാനമായിട്ട് തന്നാലേ ജീവിതം, അത് നീ കർത്താവ് ചോദിച്ചാൽ തിരിച്ചു കൊടുക്കാനുള്ളവരാന്നേ. ഈ തിരിച്ചു കൊടുക്കാൻ ബാധ്യതയുള്ള നീ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആത്മീയ നിറവിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, അതിൻ്റെ കാരണം ഇതാണെന്നുള്ളത് മനസ്സിലാക്കിക്കോ. എനിക്കറിയില്ല ഇതേ സ്ഥലത്ത് വെച്ച് ഞാൻ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ലൈഫിൽ ഇങ്ങനെ പൊറുക്കാൻ പറ്റാത്തൊരു വ്യക്തി ഉണ്ടായിരുന്നു. അത്രയും എനിക്ക് വേദന സമ്മാനിച്ച, അല്ലെങ്കിൽ എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സെമിനാരിൽ ചേരണ സമയത്ത് ഞാൻ എടുത്തൊരു തീരുമാനം എങ്ങനെയാണ്, പട്ടത്തിന് ഞാൻ വിളിക്കില്ല, ഞാനായിട്ട് ഇനി ജീവിതത്തിൽ ഒരിക്കലും മിണ്ടില്ല എന്ന് പറഞ്ഞൊരു സെമിനാരിൽ ചേർന്ന ഒരാളാണ് ഞാൻ. കാരണം അത്രയും മുറിപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും എന്ന് പറഞ്ഞാൽ അത് ഒരു ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അത്രയും മുറിവേറ്റ ഒരു മനുഷ്യനായിരുന്നു ഞാൻ. പട്ടം കെട്ടുന്നതിൻ്റെ കുറച്ച് നാൾ മുമ്പ് സിഹിയോനിലേക്ക് ധ്യാനിക്കാനായിട്ട് ഒരു വട്ടാഴ്ച എൻ്റെ കൈവച്ചിട്ട് ശിരസിൽ കൈവച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സ്റ്റാർസ് നീ അച്ഛനാവുന്നതായിട്ട് കാണില്ലൂടാ, നിനക്ക് ക്ഷമിക്കാനായിട്ടുള്ള ചില വ്യക്തികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ പേരെടുത്ത് എനിക്ക് കാണിച്ചു തന്നു. ഇത് പറഞ്ഞു, ഈ വ്യക്തികളുടെ അടുത്ത് ക്ഷമിക്കാതെ എൻ്റെ മോനെ നീ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പോയിട്ട് ദർ ഇസ് നോ യൂസ്, നീ പോയിട്ട് കാര്യമില്ല. നീ എടുക്കുന്ന ബലിവസ്തുവിൽ ചൈതന്യം ഉണ്ടാവണമെങ്കിൽ, വിശുദ്ധ കുർബാന അത് വിശുദ്ധ ജനത്തിനായിട്ട് തീരണമെങ്കിൽ, സ്റ്റാർസ് നീ ആ വ്യക്തിയുടെ അടുത്ത് ക്ഷമിച്ച് മതിയാവൂ എന്ന് പറയാം. ആ ധ്യാനകേന്ദ്രത്തിലിരുന്ന് 3 ദിവസം ഇങ്ങനെ അച്ഛൻ പറഞ്ഞു, നീ ഇനി വേറെ ഒരു ശുശ്രൂഷയ്ക്കും പോണ്ട. വന്നിരുന്ന ആ വ്യക്തിനെ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് അഴുത് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞ് ധ്യാനം കഴിയുന്ന ദിവസം ആ വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെ ഫോൺ ചെയ്ത് സോറി എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അച്ഛൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇന്ന മേഖലകളിൽ കർത്താവ് നിന്നെ ഉയർത്തുന്നുണ്ട്. ഈ 5 വർഷത്തിനുള്ളിൽ കർത്താവ് നീ ക്ഷമിച്ചതിൻ്റെ പേരിൽ നിനക്ക് ഇത്ര കൃപ തരുമെന്ന് പറഞ്ഞിട്ട്, സ്നേഹമുള്ളവരെ, ഈ പട്ടം കിട്ടിയിട്ട് 5ാമത്തെ വർഷം ഞാൻ അനുഭവിക്കുന്നത് അച്ഛൻ പറഞ്ഞ 5 കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഏതൊക്കെ മേഖലയിലാണോ അച്ഛൻ പറഞ്ഞത്, ആ 5 മേഖലകളെയും കർത്താവ് ഇങ്ങനെ എടുത്തുയർത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എൻ്റെ ഈ ഒരു ജീവിതം തുറന്നു വെച്ചിട്ട് പറയണത്, നമുക്ക് ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടാനോ ഒന്നും പോകേണ്ട കാര്യമില്ല. ഭാരതം അത്രയും നല്ല നാടാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ഭാരതം അഹിംസയെ പ്രൊമുൽഗേറ്റ് ചെയ്ത നാടാണ്. മരം മുറിക്കുന്ന പോകുന്ന മരം വെട്ടുകാരൻ പോയിട്ട് മരത്തിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്ന കാര്യം എങ്ങനെയാണ്, മരമേ ജീവിതത്തിന് വേണ്ടിയിട്ടാ, ജീവിത സന്ധാരണത്തിന് വേണ്ടിയിട്ടാ, എൻ്റെ മക്കൾക്ക് വേണ്ടിയാ ഞാൻ മുറിക്കുന്നത് കേട്ടാ. അങ്ങനെ പറഞ്ഞിട്ട് ഈ പറയുന്ന മരത്തിൻ്റെ ചോട്ടെ കടാര വെക്കണ, അല്ലെങ്കിൽ ഈ പറയണ മഴ വെച്ചിരുന്ന ഒരു കൾച്ചറാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പൈസ ചിലവാക്കുന്നത് ഡിഫൻസിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡിഫൻസ് മീൻസ് നമ്മുടെ ഇങ്ങനെ ഈ ഒരു മേഖലയിൽ ഇങ്ങനെ കാര്യങ്ങൾ, ആയുധങ്ങൾ ഉണ്ടാക്കാനും അത് മറ്റുള്ളവരുടെ മേൽ പ്രയോഗിക്കാനും ഒക്കെ. ഇസ് ഇറ്റ് ടോളറബിൾ? നോ, നെവർ. അപ്പോൾ നമുക്കിങ്ങനെ ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കാം, എൻ്റെ ഈശോയെ, നീ ഈ പാപിനിയായ സ്ത്രീ, വ്യഭിചാരിയായ സ്ത്രീയെ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ. എൻ്റെ കയ്യിൽ ഇനി കല്ലുകൾ വേണ്ട, എൻ്റെ കയ്യിൽ ഇനി കത്തികൾ വേണ്ട, എൻ്റെ ഉള്ളിൽ ഇനി വിദ്വേഷം വേണ്ട, എൻ്റെ ഉള്ളിൽ സ്നേഹം നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾക്ക് ഒപ്പാം. നമുക്ക് ദേഷ്യം തോന്നുന്ന വ്യക്തിയെ ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരട്ടെ. നീ കണ്ണടയ്ക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ തെളിയുന്ന, നീ വേദനിപ്പിച്ചവർ, ഒരുപക്ഷെ നിന്നെ വേദനിപ്പിച്ചവരെയൊക്കെ മുഖം നീ ഓർക്ക്. അവർ ഈശോയുടെ തിരുരക്തം കൊണ്ട് ഇപ്പോൾ കഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഈ തിരുവചന ധ്യാനത്തിൽ ഏറ്റവും ആത്മീയ ചൈതന്യത്തോടെ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ ഉള്ളിൽ നിന്ന് ഈ പറയുന്ന പിശാചിൻ്റെ ദുർബോധം പോലെ ക്ഷമിക്കാനാവാത്ത അവസ്ഥകൾ മാറ്റി ക്ഷമയുടെ ആത്മാവിനെ പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് നൽകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.